ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഉപ്പ് വെച്ചിട്ട് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട്. അതിൽ കുറച്ച് ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം. നമ്മുടെ മക്കളുടെ വാട്ടർ ബോട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനുള്ളിൽ വഴുവഴുപ്പും ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട്. അതില്ലാണ്ടാക്കാനായിട്ട് ഉപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് ലിഡൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഉപ്പൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നല്ല രീതിയിലൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ പൊടിയിപ്പിനേക്കാളും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കല്ലുപ്പ് തന്നെയാണ്. ഉപ്പൊക്കെ മെൽറ്റ് ആയതിന് ശേഷം ഞാൻ ആ ഒരു ബോട്ടിലുണ്ടായിരുന്ന വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ആ വെള്ളത്തിൽ കുറഞ്ഞ രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ബോട്ടിലായിക്കോട്ടെ നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിലുണ്ടായിരുന്ന ആ വെള്ളം ഒഴിവാക്കിയതിന് ശേഷമാണ് കേട്ടോ അത്. ഇനി ഒന്നുകൂടെ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് വരാം. ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ ആ ഒരു ബോട്ടിലിൻ്റെ ഉൾവശമൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ബാഡ് സ്മെല്ലും ആ ഒരു വഴുവഴുപ്പൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളുടെ വാട്ടർ ബോട്ടിലൊക്കെ ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വഴുവഴുപ്പോ ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ ടിപ്പിലോട്ട് പോവാം. എത്ര പുതിയ കത്രികയായാലും കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് മൂർച്ചയൊക്കെ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അത് നമുക്ക് കടയിലൊന്നും കൊണ്ടുപോവാതെ വീട്ടിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു ഗ്ലാസ്സിൽ കുറച്ച് കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. കല്ലുപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഞാനിത് ഉപ്പ് നിറച്ച ഗ്ലാസ്സിലേക്ക് മൂർച്ച കുറഞ്ഞിട്ടുള്ള കത്രിക ഒന്ന് താഴ്ത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് സമയം ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കത്രികയൊക്കെ നല്ല രീതിയിൽ നമുക്ക് മൂർച്ച കൂടി കിട്ടും. മാത്രമല്ല അതിൻ്റെ സൈഡിലൊക്കെയുള്ള തുരുമ്പൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാറിക്കിട്ടും കേട്ടോ. ഇനി അതുപോലെ തന്നെയാണ് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ കുറഞ്ഞ് കടയിലൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കാറാണ്. എന്നാൽ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു 2 പ്രശ്നവും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതാ വലിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനുള്ളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ ആദ്യം ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാനിത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നല്ല കല്ലുപ്പാണെങ്കിൽ നമുക്ക് പൊടിച്ച ഉപ്പ് യൂസ് ചെയ്യാനും പറ്റും. മാത്രമല്ല ബ്ലേഡായാലും അതുപോലെ മിക്സിയുടെ ജാറായാലും നമുക്ക് ക്ലീനൊക്കെ ആയിട്ട് കിട്ടും. ഉപ്പൊക്കെ പൊടിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറ് ഞാൻ സാധാ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ലിക്വിഡോ സോപ്പോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എന്നാലും ജാറ് നല്ല രീതിയിൽ നമുക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കടയിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് കല്ലുപ്പിട്ടതിന് ശേഷം ആപ്പിളാണ് ഇട്ടിട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആപ്പിൾ മുങ്ങുന്ന വിധത്തിലൊന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ടൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളം വെക്കാനുള്ള കാരണം നമ്മൾ വെയിറ്റ് വെക്കാണ്ടിരുന്നാൽ ആപ്പിൾ ഇതുപോലെ പൊങ്ങിക്കിടക്കും. അപ്പോൾ ഒരു വശം മാത്രമേ വെള്ളത്തിലേക്ക് താഴുള്ളൂ, മറുവശത്ത് വെള്ളം തട്ടില്ല. അപ്പോൾ അതിനാണ് ഞാൻ ഇതുപോലെ വെച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചെങ്കിലും നമ്മൾ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. കടയിൽ നിന്ന് മുട്ടയൊക്കെ വാങ്ങിയിട്ട് ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ പറ്റിക്കപ്പെടാറുണ്ട്. ചില മുട്ടയൊക്കെ ചീഞ്ഞ് പോവാറുണ്ട്. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാനുള്ളൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ നെക്സ്റ്റ് ടിപ്പ്. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മുട്ടയ്ക്ക് ഒരു പാത്രത്തിലേക്ക് തന്നെ പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു മുട്ട കേടായി പോയാലും മൊത്തം കേടായിട്ട് പോവും. അതില്ലാണ്ടിരിക്കാനായിട്ട് പൊട്ടിക്കുന്നതിന് മുമ്പേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ഗ്ലാസ്സിനുള്ളിലേക്ക് ഒരു മുട്ട ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ മുട്ട താഴ്ന്നിട്ടാണ് കിടക്കുന്നതെങ്കിൽ ആ മുട്ട നല്ല മുട്ടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മുട്ട നല്ല പോലെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള മുട്ട നല്ല മുട്ടയാണെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോവും. അതല്ല ചീഞ്ഞ മുട്ടയാണെങ്കിൽ വെള്ളത്തിന് മുകളിലായിട്ട് പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക.
മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിന് മുമ്പ് ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുട്ട കേടാവാണ്ടേയും അതുപോലെ തന്നെ നമ്മൾ പറ്റിക്കപ്പെടാതെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ്. നമ്മൾ ബ്രഷൊക്കെ വാങ്ങി യൂസ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ആ ഒരു ബ്രഷൊക്കെ പെട്ടെന്ന് കേടാവാറുണ്ട്. അങ്ങനെ കേടാവാണ്ടിരിക്കാനും ഒരു ബ്രഷ് തന്നെ കുറേ നാൾ നമുക്ക് കേടാവാതെ യൂസ് ചെയ്യാനും പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ നെക്സ്റ്റ് ടിപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പം ഞാനിത് ഈ ഒരു പാത്രത്തിലേക്ക് മാക്സിമം ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ബ്രഷാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനൊരു ബ്രഷാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ പുതിയതായിട്ടാണ് നമ്മൾ വാങ്ങുന്ന സമയത്താണെങ്കിൽ എല്ലാ ബ്രഷും ഒരുമിച്ച് നമുക്കിടാം. ഉപയോഗിച്ചിട്ടുള്ള ബ്രഷാണെങ്കിൽ വീക്കെൻഡിലൊക്കെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രഷൊക്കെ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉപയോഗിച്ച ബ്രഷാണ് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ സെപ്പറേറ്റ് പാത്രങ്ങളിൽ വേണം ഇട്ട് വെക്കാനായിട്ട്. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ ഒരു ബ്രഷ് ആ ഒരു വെള്ളത്തിൽ തന്നെ നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമ്മളത് തണുത്ത വെള്ളത്തിലൊന്നുകൂടെ കഴുകിയെടുക്കണം കേട്ടോ. ആഴ്ചയിലൊരിക്കലോ അതല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഈ ഒരു രീതിയിൽ നമ്മുടെ ബ്രഷൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ബ്രഷ് കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ്. സ്ഥിരമായിട്ട് നമ്മൾ സ്പഞ്ചും സ്ക്രബ്ബറൊക്കെ വെച്ച് പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾക്ക് പോലും കാണാൻ പറ്റാത്ത അത്ര അഴുക്കൊക്കെ ആ ഒരു സ്പഞ്ചിനുള്ളിലും സ്ക്രബ്ബറിനുള്ളിലൊക്കെ പറ്റാറുണ്ട്. വീണ്ടും നമ്മൾ ആ ഒരു അതേ സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ പാത്രം കഴുകുന്ന സമയത്ത് ആ ഒരു അഴുക്കൊക്കെ പാത്രത്തിലേക്ക് തന്നെ പറ്റും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ഞാനിതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നൈറ്റിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിതാ ഇതിലേക്ക് അത്യാവശ്യം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോഴും നമ്മൾ നൈറ്റിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് കണ്ടോ ഇതുപോലെ 1.5 പിടിയോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാത്രമൊക്കെ കഴുകിയതിന് ശേഷം സ്പഞ്ചും സ്ക്രബ്ബറും ആണ് കേട്ടോ താഴ്ത്തി വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഓവർ നൈറ്റൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു സ്പഞ്ചിനുള്ളിലോ അതുപോലെ തന്നെ സ്ക്രബ്ബറിനുള്ളിലൊക്കെ ഉള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് പോയി ആ ഒരു വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം സ്ക്രബ്ബറും സ്പഞ്ചും ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് രാവിലെ ഞാനിതൊന്ന് ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. മാറ്റുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. മാത്രമല്ല അതിൽ കുറേ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്ക്രബ്ബറും സ്പഞ്ചൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനുള്ളിലുണ്ടാകുന്ന അഴുക്കോ കാര്യങ്ങളോ നമ്മുടെ വയറ്റിലെത്തുകയില്ല. മാത്രമല്ല ബാക്ടീരിയകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. സവാളയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഉള്ളിയുടെയൊക്കെ ഒരു സ്മെല്ല് ഉണ്ടാവാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് കുറച്ച് ഉപ്പെടുത്തതിന് ശേഷം കയ്യിൽ ഇതുപോലെ ഒന്ന് തിരുമ്മി എടുക്കുകയാണെങ്കിൽ സവാളയുടെയോ വെളുത്തുള്ളിയുടെയോ ഒന്നും സ്മെല്ലുണ്ടാവില്ല. നമ്മുടെ കൺപോളയ്ക്ക് താഴെയോ അതല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഇതുപോലെ തടിപ്പോ വീക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് മാറാനായിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ നെക്സ്റ്റ് ടിപ്പ്. അതിനായിട്ട് ഞാനതൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചൂടും ആവരുത്, എന്നാൽ പറ്റ ചൂട് കുറവും ആവരുത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ കല്ലുപ്പാണ് നല്ലത്. സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഈ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എവിടെയാണോ വീക്കം ഉള്ളത് ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചൂട് കുത്തി കൊടുക്കാം. 2-3 ദിവസം 2 നേരം വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു വീക്കൊക്കെ നമുക്ക് മാറിക്കിട്ടും. വാളയും ഉരുളക്കിഴങ്ങും ആപ്പിളൊക്കെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം പകുതി ഉപയോഗിച്ചിട്ട് പകുതി നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാലൻസ് ഉള്ള ആ ഒരു ഭാഗത്ത് കറുപ്പ് നിറം വരാറുണ്ട്. നമ്മൾ ഉപയോഗിച്ച് ബാലൻസ് ഉള്ള ഭാഗം ഇതുപോലെ സാധാ വെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മുക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു കറുപ്പ് നിറം ഇല്ലാതെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. അതിനായിട്ട് ഞാനൊരു കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു കിഴിയാക്കി എടുക്കാം കേട്ടോ. ഞാനിതൊരു കുഞ്ഞ് കിഴിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റൗവിൽ പഴയ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇളം ചൂടായാൽ മതി, നല്ല രീതിയിൽ ചൂടാക്കി എടുക്കരുത്.
കുറഞ്ഞ ചൂടേ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ ഈ ഒരു കിഴിയുടെ അടിവശം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചൂടായിട്ടുള്ള പാനിൽ നന്നായിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കയ്യിലൊക്കെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗത്ത് ഇതുപോലെ ആ ഒരു കിഴി വെച്ചിട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വേദനയ്ക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് ശമനം കിട്ടും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൽ ചില ടിപ്സെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.